ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. സമ്മർ അവധിക്കാലത്തെ അവസാനത്തെ പ്രധാനപ്പെട്ട ആഴ്ചയ്ക്ക് തുടക്കം കുറിക്കുന്ന നാളെ മെയ് 23-ാം തീയതി ഒരുപാട് സിനിമകളുടെ റിലീസുകൾ മലയാളത്തിൽ നിന്നുണ്ട്. നാളത്തെ പ്രധാനപ്പെട്ട തിയേറ്റർ റിലീസ് അത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടേതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തുന്ന സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എന്നാൽ സിനിമയുടെ ആദ്യ പ്രിവ്യൂ ഷോ അഭിപ്രായങ്ങൾ ഇന്ന് രാത്രിയോടെ പുറത്തു വന്നു തുടങ്ങും. ഇന്നിപ്പോൾ കൊച്ചിയിൽ ഫോറം മാളിലെല്ലാം തന്നെ സിനിമയുടെ പ്രിവ്യൂ ഷോ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ മിന്നൽ മുരളിക്ക് ശേഷം സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ സോഫിയ പോളിന്റെ സിനിമ കൂടി എന്നൊരു പ്രത്യേകത കൂടി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ എന്റെ ക്രെഡിറ്റ് സീനെല്ലാം തന്നെ കണ്ടതിന് ശേഷം തിയേറ്ററുകളിൽ നിന്നും ഇറങ്ങുക എന്ന് പ്രത്യേകം സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട്. നാളെ റിലീസ് ചെയ്യുന്ന മറ്റൊരു മലയാളം സിനിമ ആസാദിയാണ്. ചിത്രത്തിൽ വാണി വിശ്വനാഥ് ഒപ്പം തന്നെ ശ്രീനാഥ് ബാസി തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നു. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ദിവസങ്ങൾക്ക് മുന്നേ കൊച്ചിയിൽ നടന്നിരുന്നു. അതും പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തേത് UK അഥവാ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയാണ്. രഞ്ജിത്ത് സജീവ് ചിത്രത്തിൽ നായകനായി എത്തുന്നു. നാളെ റിലീസ് ചെയ്യുന്ന നാലാമത്തെ സിനിമ 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയാണ്. ഗിന്നസ് പെക്രു ഈ സിനിമയിൽ നായകനായി എത്തുന്നു. നാളത്തെ അഞ്ചാമത്തെ സിനിമ മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന സിനിമയാണ്. നേരത്തെ കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച ഇടക്കാലത്ത് ചെറിയൊരു വിവാദമെല്ലാം തന്നെ സൃഷ്ടിച്ച ഇന്ദ്രജിത്ത് അനശ്വര രാജൻ സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ. സിനിമയും നാളെ മെയ് 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കഴിഞ്ഞാൽ നാളെ റിലീസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മലയാളം സിനിമ എന്ന് നിസ്സംശയം പറയാവുന്ന സിനിമ ടൊവിനോയുടെ നരിവേട്ടയാണ്. ടൊവിനോ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ മലയാളത്തിൽ അടുത്തൊരു പോലീസ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോസ് ഒരാഴ്ച മുന്നേ കൊച്ചിയിൽ വെച്ച് നടന്നതാണ്. അന്ന് സിനിമയുടെ അഭിപ്രായങ്ങൾ പ്രിവ്യൂ ഷോ അഭിപ്രായങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അത് പ്രകാരം പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ നരിവേട്ടയ്ക്ക് ടൊവിനോയുടെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് എന്നൊരു അഭിപ്രായം കൂടി ലഭ്യമായിരുന്നു. ഒപ്പം ഒരു ഇമോഷണൽ സിനിമ കൂടിയാണ് ചിത്രം എന്ന് കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അഭിപ്രായം. അപ്പോൾ നാളെ റിലീസ് ചെയ്യുന്ന 6 സിനിമകളുടെ റെഗുലർ ഷോയ്ക്ക് ശേഷമുള്ള പ്രേക്ഷക അഭിപ്രായങ്ങൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.